ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. ഭൂമിയോട് അജയ് പറയും, 1 വർഷത്തേക്ക് നമ്മൾ കോൺട്രാക്ട് മാരേജ് കഴിക്കാൻ പോകുകയാണ്. ഈ കാര്യം നിനക്കും എനിക്കും വക്കീലിനും മാത്രമേ അറിയാൻ പാടുള്ളൂ. അല്ലാതെ വേറൊരാൾക്ക് പോലും ഈ കാര്യം അറിയാൻ പാടില്ല. ഈ കാര്യം എന്റെയോ നിന്റെയോ വായിൽ നിന്നും വേറൊരാൾ അറിയാനേ പാടില്ലെന്ന് പറയാണ്. അങ്ങനെ അജയ് പറയുന്നുണ്ട്, നാളെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത്. ആ സമയത്ത് ഭൂമി പറയും, നാളെയോ? എന്തിനാ നമ്മൾ കല്യാണം കഴിക്കുന്നത് ചോദിക്കണേ. ആ സമയത്ത് അജയ് പറയും, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. എന്നിട്ട് 1 വർഷം കഴിഞ്ഞാൽ പാടെ നമ്മൾ ഡിവോഴ്സ് ആകും എന്ന് പറയണേ. ആ സമയത്ത് ഭൂമി പറയും, നിങ്ങളെന്തിനാ എന്നെ താലി കെട്ടുന്നത്? ഞാൻ തന്നെ സ്വയമേ താലി കെട്ടിയാൽ പോരെ ചോദിക്കണേ. ആ സമയത്ത് അജയ് പറയും, അത് പോരാ, മറ്റുള്ളവരെ തെളിയിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടണം. ഇല്ലെങ്കിൽ ആരും അത് വിശ്വസിക്കില്ല. അങ്ങനെ അജയ് വക്കീലിനോട് പറയുന്നുണ്ട്, പേപ്പറുകളെല്ലാം ശരിയാക്കില്ലേ, ഇപ്പോൾ തന്നെ സൈൻ ചെയ്യാം എന്ന് പറയണേ. ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, എല്ലാം ശരിയാക്കി. അപ്പം അജയ് ചോദിക്കും, ഇപ്പോൾ തന്നെ ഡിവോഴ്സിന്റെ പേപ്പറും റെഡിയാക്കണം. ആ സമയത്ത് വക്കീൽ പറയും, അത് ഞാൻ റെഡിയാക്കാൻ 2 ദിവസം പിടിക്കും, അത് കഴിഞ്ഞിട്ട് പറയാം. അങ്ങനെ വക്കീൽ അവർക്ക് എഗ്രിമെൻറ്റിൻ്റെ പേപ്പർ കൊടുക്കുകയാണ്. അങ്ങനെ അജയ് ഭൂമിയോട് പറയും, ഇതിൽ സൈൻ ചെയ്യേ. അങ്ങനെ ഭൂമി അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അജയും സൈൻ ചെയ്യും. അങ്ങനെ അവർ 2 പേരും സൈൻ ചെയ്തതിന് ശേഷം അജയ് ഭൂമിയോട് പറയും, ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അജയ് ഭൂമിയോട് പറയും, നാളെ ആണ് കല്യാണം. കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ തന്നെ തുടങ്ങണം. ജ്വല്ലറിയിൽ പോയി സ്വർണം എടുക്കണം. പിന്നീട് നാളെ ഇടാനുള്ള സാരിയും എടുക്കണം. ആ സമയത്ത് ഭൂമി പറയും, അതെല്ലാം ഞാൻ എടുത്തോണ്ട് എന്ന് പറയണേ. ആ സമയത്ത് അജയ് പറയും, വേണ്ട, അതെല്ലാം ഞാൻ എടുത്തു തരാം, എൻ്റെ കൂടെ വാ എന്ന്. ആ സമയത്ത് ഭൂമി പറയും, എനിക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരണം എന്ന് പറയണേ. എങ്കിൽ നിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നീ ജ്വല്ലറിയിലോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഭൂമി ജ്വല്ലറിയിലോട്ട് വരികയാണ്. അവിടെ വെച്ച് ഭൂമി അഞ്ജനയ്ക്ക് സ്വർണം എടുക്കാനും വേണ്ടിയിട്ട് അഞ്ജനയും അവരെല്ലാവരും കൂടെ സ്വർണ്ണക്കടയിൽ വന്നതായിരിക്കും. ആ സമയത്ത് അഞ്ജന ഭൂമിയോട് ചോദിക്കും, എന്താണ് നീ ഇവിടെ നിന്നും വല്ലതും മോഷ്ടിക്കാൻ വന്നതാണോ ചോദിക്കണേ. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ഭൂമി ഇങ്ങനെ നിൽക്കും. എന്താണ് നിനക്കിപ്പോൾ നിന്റെ വായിൽ നാവില്ലേ എന്ന് ചോദിക്കണേ. ഒന്നും മിണ്ടാതെ അവർ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. നീ അവിടെ നിന്ന് അവളെ പരിഹസിക്കുകയാണ് അഞ്ജന. അവരവിടെ നിന്നും പോകും. പിന്നീട് അങ്ങോട്ടേക്ക് അജയ് വരുന്നുണ്ട്. എന്നിട്ട് അജയ് ഭൂമിയോട് പറയും, നിനക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളെല്ലാം എടുത്തോ എന്ന് പറയണേ. ആ സമയത്ത് ഭൂമി പറയും, സാറ് എനിക്ക് എടുത്തു തന്നാൽ മതി. ഭൂമിക്കിടാനുള്ള ആഭരണങ്ങളെല്ലാം എടുക്കുകയായിരിക്കും. ആ സമയത്ത് അജയ് ഭൂമിയോട് ചോദിക്കും, ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന്. ആ സമയത്ത് ഭൂമി പറയും, ആ ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ അവർ അവിടെ നിന്നും ആഭരണങ്ങളെല്ലാം എടുത്ത് അജയ് ഭൂമിക്ക് നൽകും. അങ്ങനെ ഭൂമിക്ക് നൽകിയതിന് ശേഷം അജയ് പറയും, ഇതെല്ലാം ധരിച്ചുകൊണ്ടായിരിക്കും നാളെ അമ്പലത്തിലോട്ട് വരേണ്ടതെന്ന് പറയും. ആ സമയത്ത് ഭൂമി പറയും, ഓക്കെ സർ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി അവിടെ നിന്നും പോകുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.